ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താനാകാതെ CPM. തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കുണ്ടായിരുന്ന 5,80,00,000 രൂപയുടെ കണക്കാണ് ആദായ നികുതി വകുപ്പിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്. അതേസമയം ആലപ്പുഴയിൽ കൊയ്തെടുത്ത നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ പാടത്ത് കിടന്ന് നശിക്കുകയാണ്. 150 ടൺ നെല്ലാണ് ഒരാഴ്ചയായി കെട്ടിക്കിടക്കുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ആദ്യമായി CPMന്റെ തിരിമറിയെക്കുറിച്ചാണ്. ഈ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ സാധിക്കാതെ കുഴങ്ങുകയാണല്ലോ CPM. എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയായിരുന്നു ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം കടന്നത്. ഇതിനിടയിലാണ് യാതൊരു തരത്തിലുള്ള സ്രോതസ്സും വെളിപ്പെടുത്താൻ കഴിയാത്ത നിരവധി അക്കൗണ്ടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് ശേഖരിച്ചത്. കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ഇന്ത്യയിലെ തൃശൂർ MG റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ശാഖയിൽ ഉണ്ടായിരുന്ന 5,80,00,000 രൂപയുടെ അക്കൗണ്ടും പൂർണ്ണമായി ആദ്യം 4,80,00,000 രൂപയുടെ അക്കൗണ്ടായിരുന്നു മരവിപ്പിച്ചത്. അതിനുശേഷം 1 കോടി രൂപ കൂടി നിക്ഷേപിക്കാൻ കൊണ്ടുവന്നപ്പോൾ മരവിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മുഴുവൻ പണത്തിനും സ്രോതസ് കാണിക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്ന് ഈ പണം എത്തി, ഏത് രീതിയിലാണ് ഇത് സ്വരൂപിച്ചത്, അതായത് സാധാരണ നിലയിൽ മറ്റ് അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്ന നിലയിൽ പാർട്ടി വെളിപ്പെടുത്തിയിരുന്നത് അത് ലെവിയായി ലഭിച്ച പണം അതിലുണ്ട്, ഒപ്പം തന്നെ മെമ്പർഷിപ്പ് ഇനത്തിൽ ലഭിച്ച തുക അത്തരത്തിൽ തന്നെ അത് എല്ലാം കൂടി ചേർന്നതാണ് പല ബാങ്കുകളിലായി 81 ബാങ്കുകളിലായി നിക്ഷേപിച്ച പണം എന്നായിരുന്നു. എന്നാൽ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പണം എവിടെ നിന്ന് വന്നു, എങ്ങനെ സ്വരൂപിച്ചു, ഈ നിക്ഷേപിക്കാൻ ഈ പണം ആര് കൈമാറി എന്നത് സംബന്ധിച്ച് ഇതുവരെ ആദായ നികുതി വകുപ്പ് ചോദിച്ച ചോദ്യങ്ങൾക്ക് പാർട്ടി തലത്തിൽ മറുപടി നൽകിയിട്ടില്ല. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടി മൊഴിയെടുത്തിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ തന്നെ മൊഴി രേഖപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ 1 കോടി രൂപ വീണ്ടും നിക്ഷേപിക്കാനായി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലെത്തിയപ്പോൾ, അതായത് മുമ്പ് ഏപ്രിൽ 2-ാം തീയതി 1 കോടി രൂപ പിൻവലിക്കുന്നു. അത് കാലാവധി കഴിഞ്ഞതിന് ശേഷം, സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിൻവലിച്ച പണമാണ്. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനത്തിലൂടെയാണ് പിൻവലിച്ചത് എന്ന് കണ്ടെത്തിയതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ആദായ നികുതി വകുപ്പ് ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് അതേ നോട്ടുകെട്ടുകളുമായി വീണ്ടും ഈ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കാൻ CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ജില്ലാ ഓഫീസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും എത്തുകയും ചെയ്തത്. തുടർന്നായിരുന്നു ആദായ നികുതി വകുപ്പ് ഈ പണം കൂടി പൂർണ്ണമായും കണ്ടുകിട്ടുന്ന നടപടികൾ, മരവിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. അതിനുശേഷവും ഈ തുകകളുടെ വിശദാംശങ്ങൾ എന്ത് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായും അതിൽ തന്നെയാണ് ദുരൂഹത. പാർട്ടി പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്ന ഘട്ടത്തിലാണ് ഈ പണത്തെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പാർട്ടി നേതൃത്വത്തിന് നൽകാൻ കഴിയാത്തത്. അത് പാൻ നമ്പറിലെ ഒരു തെറ്റുകൊണ്ട് മാത്രമാണ്, ഒരു അക്ഷരത്തെ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വന്നത് എന്നും താൽക്കാലികമായി പണം മരയിപ്പിച്ചത് എന്നുമുള്ള ഒരു മറുപടിയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലടക്കം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് നൽകിയിരുന്നത്. എന്നാൽ അതിനുമപ്പുറം പണത്തിന്റെ സ്രോതസ് പോലും വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിന്റെ സാധ്യത തന്നെയാണ് തെളിയുന്നത്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവരങ്ങൾ ധനകാര്യ മന്ത്രാലയത്തെ അടക്കം, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അടക്കം അറിയിക്കും. ഒപ്പം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഈ ഒരു അക്കൗണ്ട് കേന്ദ്രീകരിച്ചുകൂടി വിശദമായി നടക്കേണ്ട നിലയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഈ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചും ഉണ്ടാകും. കാരണം ഇത്തരത്തിലുള്ള പണം കള്ളപ്പണമായി എത്തിയതാണോ, ആ പണം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഭാഗമായിട്ട് പാർട്ടി അക്കൗണ്ടിലേക്ക് കൊടുത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. വിശദമായ ഒരു അന്വേഷണം വിവിധ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടക്കുമ്പോഴാണ് ഒരേ ഒരു അക്കൗണ്ട് കേന്ദ്രീകരിച്ച് കൂടുതൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. കാരണം തൃശൂർ ജില്ലയിൽ ആകെ 81 അക്കൗണ്ടുകൾ ഉള്ളതായി അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നത്. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം കണ്ടെത്തുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഒരു മറുപടി കൃത്യമായി നൽകുകയും എല്ലാം ചെയ്തു. അതിൽ ഈ 81 അക്കൗണ്ടുകളിൽ 75 പ്രവർത്തിച്ചത് കൃത്യമായി ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാതെയായിരുന്നു, ആദായ നികുതി വകുപ്പിനെ പാൻ വിവരങ്ങൾ കൈമാറിയതായിരുന്നു. എന്നാൽ അതിന് സമാനമായ രീതിയിൽ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിച്ച പണത്തിന്റെ സ്രോതസ് സംബന്ധിച്ചും വെളിപ്പെടുത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആ ഒരു സമയത്താണല്ലോ, ആ വേളയിലാണല്ലോ 1 കോടി പിൻവലിച്ചതും അത് ആദായ നികുതി വകുപ്പ് പിടിച്ചതും. അതിന്റെ സ്രോതസ് MM വർഗീസിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അക്കൗണ്ടിനെ കുറിച്ചോ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് അത് വളരെ ഗുരുതരമായ ഒരു കാര്യമല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഈ ഒരു വേളയിൽ?
ലക്ഷ്മി, തീർച്ചയായും വലിയ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ച, അതൊരു വീഴ്ച, സ്വാഭാവികമായ ഒരു വീഴ്ച എന്നതിനപ്പുറം ആസൂത്രിതമായ മറച്ചുവെക്കൽ തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങളിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്തരത്തിൽ വലിയ തോതിലുള്ള പണം പാർട്ടിക്ക് പല ഭാഗങ്ങളിൽ നിന്ന് വരികയും ആ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറുപടികൾ അല്ലെങ്കിൽ കൃത്യമായ മറുപടികൾ നൽകാൻ കഴിയാതെ അത് പാൻ നമ്പറുമായി ബന്ധപ്പെട്ടെല്ലാമാണ് എന്ന ഒരു വിശദീകരണത്തിലേക്ക് CPM ജില്ലാ നേതൃത്വം പോകുന്നത്. ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ പാൻ നമ്പറിലാണ് ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആ പാൻ നമ്പർ ഉപയോഗിച്ചാണ് നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത് എന്ന കാര്യമാണ് പാർട്ടി സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം എത്തേണ്ടത് കേന്ദ്ര നേതൃത്വത്തെ കേന്ദ്രീകരിച്ചു തന്നെയാണ്. ആ കേന്ദ്ര നേതൃത്വത്തിന്റെ പാൻ നമ്പറുകളിൽ എവിടെയെല്ലാമാണ് പണം നിക്ഷേപം ഉണ്ടായിരുന്നത്, അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് സംബന്ധിച്ച് വിശദമായി തന്നെ പരിശോധന നടത്തണം. മാത്രമല്ല ഈ പണം ആര് കൈമാറിയതാണ് അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന പ്രാദേശിക അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന പണം അത് ലെവിയും ആളുകളിൽ നിന്ന് പണം പിരിച്ച സംഭാവനയായി പിരിച്ച പണവുമെല്ലാമാണ് എങ്കിൽ അതിനപ്പുറം വന്നിരിക്കുന്ന പണം ഒറ്റയടിക്ക് ആരെങ്കിലും കൈമാറിയതാണോ എന്ന കാര്യം പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് ചെലവിന് എന്ന പേരിൽ നൽകിയിരിക്കുന്ന, കാരണം ഇലക്ട്രൽ ബോണ്ട് അടക്കം വ്യാപകമായി എതിർക്കുന്ന അതേ CPM തന്നെയാണ് കണക്കിൽ കാണിക്കാത്ത പണം നേരിട്ട് വാങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്തത്. എങ്ങനെ ഈ പണം ലഭിച്ചു? ഏതെങ്കിലും തരത്തിൽ ഭൂമി വിറ്റതാണോ, പാർട്ടിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമി വിറ്റ് നേടിയ ആ പണമാണോ, അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തോ മറ്റോ ഉണ്ടായ വരുമാനത്തിൽ നിന്നുള്ള തുകയാണോ എന്നത് സംബന്ധിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടില്ല. പാർട്ടിയുടെ പണമാണ്, പാർട്ടി നിക്ഷേപിച്ച പണമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എം വർഗീസിന്റെ ഒരിക്കൽ കൂടി ആദായനികുതി വകുപ്പ് ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമായിരിക്കും കൃത്യമായ മറുപടി നൽകുക. എന്നാൽ അവിടെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു നീക്കം ആസൂത്രിതമായി തന്നെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് EDക്ക് മുന്നിലാണെങ്കിലും ആദായനികുതി വകുപ്പിന് മുന്നിലാണെങ്കിലും ഇനി ചോദ്യം ചെയ്യലുകൾക്ക് ഹാജരാകാൻ താൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാലും സമൻസ് ലഭിച്ചാലും ചോദ്യം ചെയ്യലിന് എത്തില്ല എന്ന് പരസ്യമായ ഒരു വെല്ലുവിളിയിലേക്ക് തന്നെ പാർട്ടി ഉന്നത നേതൃത്വത്തിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ പൊതുസമൂഹത്തെ. ഇപ്പോൾ എം വർഗീസ് ആണെങ്കിലും വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചത് ഈ തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ക്രമക്കേട് അല്ലെ തെറ്റുമൂലമാണ് എന്നുള്ളതാണ്. അത് ബാങ്കും ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പും അത് നിഷേധിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഈ ക്യാപ്സ്യൂളുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ലക്ഷ്മി, തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മറുപടികൾ ആ ക്യാപ്സ്യൂളുകൾ അവതരിപ്പിച്ചു വയ്ക്കുന്നു. അത് വേണ്ട രീതിയിൽ കൃത്യമായി തന്നെ കൃത്യമായ സമയങ്ങളിൽ പുറത്തേക്ക് എടുത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ പാൻ നമ്പറിന്റെ തെറ്റുകൾ മുഴുവൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ മേലാണ് ചുമത്തിയിരിക്കുന്നത്. അവിടെ പാൻ നമ്പറിലുണ്ടായ ഒരു അക്ഷര തെറ്റ് T എന്ന് എഴുതുന്നതിന് പകരം എഴുതിയ ഒരു അക്ഷര തെറ്റ് മാത്രമാണ് എന്ന് വിശദീകരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു വിശദീകരണ കത്ത് തങ്ങൾക്ക് നൽകി എന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു കത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് അത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് അല്ലെങ്കിൽ ഈ ദേശസൽകൃത ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന് തൃശൂർ ജില്ലാ നേതൃത്വത്തിന് കഴിയുകയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായും അവിടെ ബാങ്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ വീഴ്ചയെന്ന് ആരോപിച്ചുകൊണ്ട് കണക്കിൽപ്പെടാത്ത പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം ശക്തമാകുന്ന ഘട്ടത്തിൽ ഈ വിശദമായൊരു 30 വർഷത്തെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. കാരണം 1998 ആദ്യം പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് അവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം പല ഘട്ടങ്ങളിലായി നിരവധി തവണകളിലായി പണം നിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്, പണം പിൻവലിക്കൽ നടന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടങ്ങളിലെല്ലാം തന്നെ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് അടക്കം ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളിലെങ്കിലും വിശദമായ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ എങ്ങനെ ഈ പണം വന്നതിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരികയുള്ളൂ. കാരണം ആദായ നികുതി വകുപ്പ് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും രേഖാമൂലം അക്കാര്യത്തിൽ ഒരു മറുപടി ജില്ലാ നേതൃത്വം പാർട്ടി CPM നേതൃത്വം തൃശൂർ ജില്ലാ നേതൃത്വം നൽകുന്നില്ല. കാരണം എവിടെ നിന്ന് പണം വന്നു എന്നത് സംബന്ധിച്ച് അങ്ങനെ ആരെങ്കിലും കൈമാറിയതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനായിരുന്നു ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആദായ നികുതി വകുപ്പ്
ഗ്രൂപ്പിനെയും ബാങ്ക് അധികൃതരെയും എല്ലാം കബളിപ്പിക്കുന്ന രീതിയിൽ മുമ്പ് പിൻവലിച്ച പണം മുമ്പ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്ഥിര നിക്ഷേപമായി ഇടുകയും കാലാവധിക്ക് ശേഷം പിൻവലിക്കുകയും ചെയ്ത അതേ നോട്ടുകെട്ടുകൾ ബാഗുകളിലാക്കി വീണ്ടും നിക്ഷേപിക്കാൻ കൊണ്ടുവരുമ്പോൾ അതേ ബാങ്കിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കാൻ കൊണ്ടുവരിക, നിക്ഷേപിച്ചതിന് ശേഷം അതിന്മേലുള്ള അന്വേഷണങ്ങൾ അവിടെ അവസാനിക്കുമെന്ന് കരുതിയ ആ ഒരു തന്ത്രപരമായ നീക്കം അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ പൂർണ്ണമായും തന്നെ തകർക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിലൂടെ മാറ്റിയിരിക്കുന്നത്. എന്നാൽ അവിടെയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നതടക്കമുള്ള വിശദീകരണങ്ങൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് തന്നെയാണ് എന്നാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്.